എന്ന് പറഞ്ഞാൽ ഈ രോഗം വന്ന സമയത്ത് എന്തായിരുന്നു പറഞ്ഞാൽ എന്റെ അമ്മയും അച്ഛനും സഹിതം എന്നെ മാറ്റിയാണ് കിടക്കുന്നത്. ഞാൻ ഇപ്പൊ കുഞ്ഞു കുട്ടിയായോണ്ട് എനിക്ക് അവരോട് ചെന്ന് കിടക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അവരെന്നെ മാറ്റി കിടത്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ എല്ലാവർക്കും പരകുന്ന രോഗമായിരിക്കും എന്ന് പറഞ്ഞ് മാറ്റിയാണ് കിടക്കുന്നത്. പിന്നെ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു ഇത് ആർക്കും ഒന്നും പരക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും എന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ചിട്ടാണ് എല്ലാരും ഇങ്ങനെ, ഒരു കുഞ്ഞു വീടായിരുന്നു, എല്ലാരും ഇങ്ങനെ നിരന്നാണ് കിടക്കുന്നത്. അപ്പൊ എന്നെ കിടക്കാൻ സ്ഥലമില്ല, പ്രത്യേകിച്ച് കിടക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അവര് കാലിന്റെ ഈ ഭാഗത്താണ് ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ചാണ് എന്നെ തനിച്ച് കിടത്തുന്നത്. അപ്പം എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചത് അവര് കഴിക്കത്തില്ല, എന്നെ ഒറ്റപ്പെടുത്തുന്നത് പോലെ ഒറ്റപ്പെടുത്തും, അങ്ങനെയുള്ള ഒരു സാഹചര്യം. പക്ഷെ ആ സമയത്ത് ആ കുഞ്ഞു പ്രായത്തില് എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമേ എനിക്കില്ല, ഒട്ടും ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ അമ്മയാണ് ഇങ്ങനെയെങ്കിലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ കരയുമ്പം എന്നെ സമാധാനപ്പെടുത്തുന്നതും, എനിക്കിങ്ങനെ ഒരുപാട് രോഗം ഇതാവുമ്പം അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എണ്ണയൊക്കെ പൂശുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് അറിയുന്നത് അച്ഛൻ മരിച്ചിട്ട് ഒരു 2 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ എന്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വയറുവേദനയും പ്രയാസമൊക്കെ ഉണ്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. അപ്പൊ പറഞ്ഞത് ഇത് 4th സ്റ്റേജ് ആണ്, ഇത് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കിയപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോയത്. പക്ഷെ പിന്നീട് എന്റെ അമ്മയ്ക്ക് ഒട്ടും നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ അമ്മയോട് എപ്പോഴും കരയുമായിരുന്നു, അമ്മ മരിക്കണമെങ്കിൽ എന്നെയും കൊണ്ടുപോകണം, എന്നെ ആരും നോക്കത്തില്ല. അമ്മ ഇരിക്കുമ്പം തന്നെ എന്നെ എല്ലാരും പ്രത്യേകിച്ച് എന്നെ തനിച്ചാക്കുന്നു, അമ്മ എല്ലാം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് എപ്പോഴും സങ്കടം പറയും. അപ്പൊ അമ്മയ്ക്ക് ഞാൻ പറയുമ്പം കുറച്ചുകൂടെ സങ്കടമാണ്. അപ്പം ഒരു ദിവസം ഇങ്ങനെ എന്റെ വല്യമ്മയൊക്കെ വന്നിരുന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ഇവക്ക് ഇങ്ങനെയല്ലേ ഇരിക്കണ, ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വല്യമ്മ അമ്മയുടെ കാത് നോക്കി ഇങ്ങനെ പറഞ്ഞു. അമ്മയ്ക്കാണെങ്കിൽ രോഗം മൂർച്ഛിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അമ്മയെ കാണാൻ വന്നപ്പോ വല്യമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വന്ന്, ചേച്ചി അങ്ങനെ നീ പറയാതെ, അതും നീ ആ കൊച്ചിന്റെ കാതിലേക്കെയാണ് നീ പറയുന്നത്, അവൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. അവൾ എപ്പോഴും എന്റെ അടുത്ത് പറയണത് അമ്മ മരിക്കുമ്പോ എന്നെയും കൊണ്ടുപോകണമെന്നാണ് അവള് പറയണത്, അങ്ങനെ ഒരു വാക്ക് പറയരുത്. കുഞ്ഞ് അവള് കെട്ടിച്ചില്ലെങ്കിൽ അവള് വീട്ടിൽ ഇരിക്കുക, എന്നെ നോക്കിയിട്ടല്ലല്ലോ ദൈവം അവളെ സൃഷ്ടിച്ചത് എന്ന് ഇങ്ങനെയൊക്കെ അമ്മ പറയുമായിരുന്നു. അപ്പം വല്യമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ നോക്കിയപ്പം എനിക്കാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ പിള്ളേർ എന്റെ അടുത്തിരുത്തത്തില്ല, എന്നെ ബെഞ്ചിലൊക്കെ വരയിട്ടിട്ടാണ് എന്നെ ഇരുത്തുന്നത്. ഇത് കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വരരുത്, നിന്റെ ദേഹം ഞങ്ങളോട് തുടരുത്. അപ്പൊ സ്കൂളിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ പിള്ളേരോട് കൂടെ കളിക്കാനും വിടത്തില്ല. അപ്പൊ എന്റെ രോഗാവസ്ഥ ഇങ്ങനെ ഇരിക്കുമ്പം പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോ എന്റെ ശരീരത്തിൽ ഇങ്ങനെ കാണുമ്പം വീട്ടിൽ പോയിട്ട് പിള്ളേരോട് പറയും, നീ ആ കൊച്ചിനോട് പോവരുത്, ആ കൊച്ചിനോട് ചേരരുത്, അത് നിന്റെ ദേഹത്തിലൊക്കെ വരും എന്ന് പറഞ്ഞ് പാരന്റ്സ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ എല്ലാ പിള്ളേരും എന്നെ ഇങ്ങനെ മാറ്റി നിർത്തും. അപ്പൊ എനിക്ക് പഠിക്കാനുള്ള യാതൊരു ഇതും ഇല്ല. സ്കൂളിൽ ബസ്സിലാണ് ഞാൻ പോകുന്നത്. ഞാൻ പഠിച്ച ഇവിടെ അടുത്തൊരു സ്കൂൾ, ഇവിടെ വന്ന് ആറാം ക്ലാസ് വരെ ഉള്ളു. അപ്പൊ 6 കഴിഞ്ഞിട്ടുള്ള ഇത് ബസ്സിൽ കയറിയാണ്, വെട്ടുമണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിക്കാനുള്ളത്. അപ്പൊ അവിടെ പോകുമ്പോൾ ബസ്സിലാണ് പോണത്. അപ്പൊ ബസ്സിൽ പോകുമ്പം എല്ലാരെ പോലെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എല്ലാരും ബസ്സിൽ ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ കമ്പിയിൽ പിടിക്കുമ്പം എന്റെ കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കുമ്പം എന്റെ കൈ അവര് നോക്കിയിട്ട് മാറ്റിക്കളയും. പിന്നെ എന്റെ അടുത്ത് നിന്നിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ മാറി നിൽക്കും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമായിരിക്കും. ഞാൻ സ്കൂളിൽ ഇട്ടിട്ട് പോകുന്ന യൂണിഫോം എല്ലാം ബ്ലഡ് ആയിരിക്കും. അടുത്ത് ബ്ലഡ് കാലിൽ പട്ടിട്ട് ആ ബ്ലഡോട് ചേർന്നാണ് ഡ്രസ്സ് ഇരിക്കുന്നത്, ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. അടുത്ത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അടുത്ത് വീട്ടിൽ വന്നിട്ട് അത് ഊരാൻ പറ്റത്തില്ല, അതാ ചതയോടുകൂടെ ചേർത്താണ് ഞാൻ ഊരിയെടുക്കുന്നത്. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ സ്മെല്ല് എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റും. എന്റെ ശരീരത്തിലുള്ള സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തെന്ന് അറിയാം, കൈ കിട്ടുന്ന ആ കൊച്ചു പ്രായത്തിൽ തന്നെ കൈ കിട്ടുന്ന ഗുളികയൊക്കെ ഞാൻ വാരി കഴിക്കും, അത് ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെയാണ് 10ാം ക്ലാസ് അമ്മ പറഞ്ഞിട്ട് മക്കള് 10ാം ക്ലാസ് വരെയെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിർബന്ധത്താലാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച് ഞാൻ പാസ്സായി. പിറ്റേ ദിവസം ആയപ്പോ എന്റെ റിസൾട്ട് വരുമ്പോ എന്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, മക്കള് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഇനി +1 +2 വേറെ ഗ്രൂപ്പിലാണ്, വേറെ സ്കൂളിൽ നിന്നൊക്കെയാണ് പിള്ളേർ വരുന്നത്, ഈ 10ാം ക്ലാസ് വരേക്ക് ഞാൻ പോയത് തന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മ ഒരുപാട് കരഞ്ഞു.
പക്ഷെ പിന്നെ ആയപ്പോ ഹോസ്പിറ്റലിൽ ഒരു വർഷം വരെ അമ്മയെ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നോക്കിയപ്പം എങ്ങനെയാ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും, എന്നെ ഓർത്ത് അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും. ഒരു 15 വർഷം വരെ എന്റെ കുഞ്ഞിന് ഒരു അറിവ് വരുന്നത് വരെ ദൈവം എന്റെ ജീവനെ തരണമെന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്റെ അമ്മ 3 വർഷം വരെ ഈ ലോകത്തിൽ ജീവിച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അമ്മയെ മരിച്ചതിന് ശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുന്നതായ ഒരു സാഹചര്യം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ സഹോദരങ്ങളെയും കെട്ടിച്ചയച്ചു. പക്ഷെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കായിരുന്നപ്പോ ഭയങ്കര നിരാശ. എന്റെ അമ്മയെ ഓർത്ത് എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു. അമ്മ എപ്പോഴും പറയും, മക്കള് ചർച്ചിൽ പോകണം, യേശു കർത്താവേ ഉള്ളൂ, യേശു അപ്പ നിന്നെ ഒരിക്കലും മാറ്റി നിർത്തത്തില്ല, ഒതുക്കത്തില്ല, മക്കള് ചർച്ചിൽ പോകണം എന്നൊക്കെ അമ്മ പറയും. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാനും എന്റെ ഒരു ചേച്ചി, പക്ഷെ അവള് എന്ന് പറയുക എന്നെ അങ്ങനെ കൂടുതൽ അങ്ങനെ അവഗണിക്കത്തില്ല. അവളെ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചർച്ചിൽ പോയപ്പോ എനിക്ക് ഇങ്ങനെ രോഗം ഒരുപാട് മൂർച്ഛിച്ചിട്ടാണ് ചർച്ചിൽ പോയത്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, മക്കളെ ഇത് വന്നിട്ട് നിന്നിൽ ഒരു ദൈവ വിളിയുണ്ട്, നീ ദൈവത്തിന്റെ വേല ചെയ്യണം, ഈ രോഗങ്ങളൊക്കെ ദൈവം മാറ്റി തരും, പക്ഷെ ഇതിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ ദൈവം മാറ്റി തരൂ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്തായാലും ഇതുവരേക്ക് മാറുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ, ഈ ദേവദാസൻ മാറുമെന്ന് പറഞ്ഞല്ലോ. അപ്പം എനിക്കൊരു ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പം ചർച്ചിൽ പോയി ഞാൻ അപ്പൊ പറഞ്ഞു, ഈ രോഗം മാറാൻ വേണ്ടിട്ട് നീ സ്നാനപ്പെടരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വചനങ്ങളൊക്കെ കേട്ട് ഞാൻ സ്നാനപ്പെട്ട് വേർപെട്ട് ജീവിച്ചു. പക്ഷെ എന്തായാലും ഈ രോഗത്തിന് എനിക്കൊരു മാറ്റവും ഇല്ല. കുറച്ച് ക്യൂർ ആവും, പിന്നെ പോയതിന്റെ 7 ഇരട്ടിയാണ് റിട്ടേൺ വരുന്നത്. പിന്നെ ഇത് മാറുന്നില്ലല്ലോ, ഭയങ്കര നിരാശ. അപ്പൊ ബൈബിളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒരുപാട് സാക്ഷ്യം ബൈബിളിൽ കിടപ്പുണ്ട്. ദൈവം കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട് എന്ന്, ഒരുപാട് കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ദൈവത്തോട് ചോദിക്കും, ദൈവം ഞാൻ എങ്ങനെ ഇത് വിശ്വസിക്കും? ദൈവം സൗഖ്യമാക്കിയെന്ന് എങ്ങനെ ഞാൻ വിശ്വസിക്കും? എന്റെ ജീവിതത്തിൽ നടന്നാലല്ലേ ഞാൻ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ദൈവത്തോട് ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ദൈവം വചനങ്ങളിൽ കൂടെ ഓരോ വചനങ്ങൾ ദൈവം എന്നോട് ഇടപെടും. പക്ഷേ എനിക്കത് ദൈവം ഇടപെടും, ഞാൻ ആ വചനം വായിക്കുമ്പം കരയും, ദൈവം എന്നോട് ഇടപെട്ടല്ലോ. പക്ഷെ ഞാൻ പിന്നെ ഉള്ള എന്റെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ജോലി ചെയ്താൽ തന്നെ കഴിക്കാൻ പറ്റുമെന്നുള്ള ഒരു സിറ്റുവേഷൻ. അമ്മയും അച്ഛനും മരിച്ചതിന് ശേഷം ഞാൻ 10th കഴിഞ്ഞിട്ട് ജോലിക്കാണ് ഇറങ്ങിയത്. അപ്പം ജോലിക്ക് പോകുമ്പോൾ അവിടെയും എന്ത് ചെയ്യണമെന്ന്, ജോലി ചെയ്ത് പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പൊ എന്റെ ചേച്ചിക്ക് ചർച്ച് മുഖാന്തരമാണ് അവൾക്കൊരു വിവാഹമായപ്പോ ഞാൻ ഭയങ്കര കരച്ചി. അവളും എന്നെ വിട്ടിട്ട് പോയി, ഞാൻ പിന്നെ ഏകാന്തതയായല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്. ഒരു 2 ആഴ്ച ആയിട്ട് അവളെ വിവാഹം കഴിച്ചു പോയിട്ടും ഭയങ്കര ഒരു സങ്കടം. എൻ്റെ അടുത്ത് തിന്നോ കുടിച്ചോ കഴിച്ചോ എന്ന് ചോദിക്കാൻ ആരുമില്ല. കറക്റ്റ് ആയിട്ടുള്ള ആത്മീയത്തിൽ ഞങ്ങളെ നടത്താനും ആരുമില്ല. ചർച്ചിൽ വരെ മാറ്റി നിർത്തുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. വിശ്വാസികൾ വരെ, അവർക്ക് പോലും അറപ്പാണ്. നമ്മളെ കൂടെ ഇരുന്നാണ് ദൈവ ആലോചന അവർ കേൾക്കുന്നത്, ദൈവം പറയുന്നത്, ഈ മകൾക്ക് ദൈവം വിടുവിക്കും, ദൈവം ഒരു അവധി വച്ചിട്ടുണ്ട് എന്ന് കൂടെ ഉള്ള വിശ്വാസികൾ കൂടെയാണ് കേൾക്കുന്നത്. പക്ഷേ അവര് പോലെ എന്നെ മാറ്റി നിർത്തുന്നതും, ഞാൻ ചർച്ചിൽ പോകുന്നത് അവർക്കൊരു അറപ്പാണ്. ഇവൾ എന്തിനാണ് വന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവർക്ക് വീട്ടിൽ കിടന്നൂടെ, ഇതെന്ന് പറഞ്ഞാൽ എന്റെ ശരീരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. എനിക്ക് തന്നെ അത് അറിയാം, 3 നേരം കുളിച്ചാലും ആ സ്മെല്ല് പോകത്തില്ല. ഞാൻ ഈ മണം എന്തൊരു സോപ്പ് തേച്ചാലും അതൊരു ഭയങ്കരമായിട്ടുള്ള ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പം അങ്ങനെ ഇരുന്നപ്പം ചേച്ചി വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മൊത്തം ഭയങ്കര പിന്മാറ്റത്തിലാണ്. എനിക്ക് പിന്നെ പള്ളിയിലുള്ളവർ ഇങ്ങനെ, എനിക്ക് ജോലിക്കും ഒരു ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റപ്പെട്ട് ഈ മുറിയിൽ തന്നെ ആഴ്ചകളോളം വാതിൽ തുറക്കാതെ ഈ വീട്ടിന്റെ അകത്ത് ഞാൻ കിടന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനില് അപ്പം എന്ന് പറഞ്ഞാൽ പിന്നും നിരാശ വരും, എനിക്ക് നിൽക്കാൻ പറ്റാതെ വരും. ഞാൻ പ്രാർത്ഥിക്കും, ദൈവ ആലോചനയൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരുപാട് പ്രാവശ്യം ഫാനിലൊക്കെ കുരുക്കൊക്കെ ഇടും. പിന്നെ ഞാൻ ജോലി ചെയ്തതൊക്കെ ഓരോരുത്തരും ഓരോ ഹോസ്പിറ്റൽ പറയും, അവിടെയൊക്കെ ഞാൻ പോകും.
പോയിട്ട് ഞാൻ ജോലി ചെയ്ത പൈസ എല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ തീർത്തത്. പക്ഷെ ആ നേരത്തേക്ക് ക്യൂർ ഉണ്ടാകും. ഈ മരുന്ന് പുതിയതായിട്ട് ഇടുമ്പോൾ കുറച്ച് ക്യൂർ ആകും, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ പോയത് 7 ഇരട്ടിയായിട്ടാണ് മടങ്ങി വരുന്നത്. ഭയങ്കര ഭാരപ്പെട്ട് നിരാശപ്പെട്ട് അങ്ങനെ ഇരുന്ന സമയത്താണ്, പക്ഷെ ദൈവം പറഞ്ഞതുപോലെ ദൈവം ഒരു അവധി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ ദൈവത്തിന്റെ സമയത്തിന് എനിക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്കൊരു 7 വയസ്സ് മുതലാണ് ഇത് സ്റ്റാർട്ടിങ്. അപ്പൊ എന്റെ 27ാമത്തെ വയസ്സ് എന്റെ വിവാഹപ്രായം എല്ലാം കഴിഞ്ഞു. എന്റെ ഫാമിലിയിലുള്ള എന്റെ അനിയന്മാര്, കുഞ്ഞമ്മയുടെ മക്കൾ എല്ലാവരും കെട്ടി. പക്ഷെ ഞാൻ മാത്രം എന്റെ ഫാമിലിയിൽ ഏകാന്തതയായിട്ട് ഇരിക്കുമ്പോ എന്റെ ജീവിതം ഇതോടെ തീർന്നു, ഞങ്ങളുടെ നാട്ടുകാർ വരെ ഇവിടെ ജീവിതം ഇതോടെ തീർന്നു എന്ന് ഒരു മാനമില്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും നമ്മളെ ഒരു വിലയില്ലാതെയാണ് ഈ ദേശത്ത് എന്നെ ഇട്ടിരുന്നത്. പക്ഷേ ദൈവം വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറാത്തത് കൊണ്ട് ആ ദൈവത്തിന്റെ സമയമായപ്പോ എനിക്കാണെങ്കിൽ പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റൽ മരുന്നൊക്കെ എടുത്ത് സ്റ്റീറോയിഡ് ഉണ്ട്, ഗുളികകളും ഓയിൽമെന്റ് ഒരുപാട് എന്റെ ശരീരത്തിൽ ഇട്ടത് കൊണ്ട് പിന്നെ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം മൊത്തം വീർത്ത് മുഖം ഒന്നും ആളറിയാൻ പറ്റാതെ ഒരു 50 വയസ്സ് പ്രായം മതിക്കത്തക്ക എന്റെ രൂപം തന്നെ ആകെ മാറി. സ്റ്റീറോയിഡ് അധികമായിട്ട് ഞാൻ ഒരുപാട് കഴിച്ച് സൈഡ് എഫക്റ്റ് എനിക്ക് ഉണ്ടായി. സൈഡ് എഫക്റ്റ് ഉണ്ടായി, അതുകൂടെ ഈ രോഗവും വന്നിട്ട് ശരീരം മൊത്തവും പഴുത്ത് എന്ന് പറഞ്ഞാൽ തല മുതൽ കാല് വരെ പഴുത്ത്. പിന്നെ എനിക്ക് തന്നെ പൊട്ടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നി എന്തൊക്കെ ഇഴയുന്നത് പോലെയൊക്കെ തോന്നുന്നു, പക്ഷെ പുഴുവായിരിക്കുന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ ഇതൊരു പുഴുവിനെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പിന്നെയാണ് ഇവിടെ ഈ തമിഴ്നാട്ടിലൊക്കെ എന്ത് പറയുന്ന പറഞ്ഞാൽ കരുണക്കൊലയെന്ന് ഒരു ഇതുണ്ട്. അത് എന്തെന്ന് പറഞ്ഞാൽ ഈ കളക്ടർ ഓഫീസിൽ പോയി നമുക്ക് ഇപ്പൊ ഇങ്ങനെ നമുക്കൊരു കുഞ്ഞിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, അത് ഇങ്ങനെ കിടത്തിയാ അതുപോലെ ഒരു പിണ്ടം പോലെ അതിനെ കൊണ്ട് ഒരു കൈകാലിന് അനക്കാനോ ഒന്നും പറ്റത്തില്ല, പക്ഷെ അതിന് ജീവൻ കാണും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കളക്ടർ ഓഫീസിൽ പോയി ഒരു ഇത് സ്റ്റേറ്റ്മെന്റ് കൊടുത്താ ഗവൺമെന്റ് തന്നെ വിഷ ഇഞ്ചക്ഷൻ ഇട്ട് അവരെ കൊല്ലും. അങ്ങനെയുള്ള ഒരു ഇത് തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ ആ കണ്ടീഷൻ തന്നെയല്ലോ, എനിക്ക് ആണെങ്കിൽ എന്റെ കാര്യവും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ അങ്ങനെയെങ്കിലും കളക്ടർ ഓഫീസിൽ പോയി കരുണക്കുലയ്ക്കെങ്കിലും അപ്ലിക്കേഷൻ കൊടുക്കണമെന്നുള്ള ഒരു സ്ഥിതിയിൽ ഞാനായി. പക്ഷേ ദൈവം എല്ലാരും ഈ ദേശത്തും ബന്ധുക്കളും സഹോദരങ്ങളും എല്ലാരും എന്നെ കൈവിട്ട ഒരു സ്ഥിതിയിലായിരുന്നു. പക്ഷേ ദൈവത്തിന് മാത്രം ഞാൻ വേണമായിരുന്നു. ഒരു മനുഷ്യനും എന്നെ കൊണ്ട് ഒരു വിലയും ഇല്ല എന്നായപ്പോ ആർക്കും എന്നെ വേണ്ട, പക്ഷെ ദൈവത്തിന് മാത്രം എന്നെ വേണമെന്നുള്ള ഒരിതുണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്റെ ജീവന് പിശാചിന് ദൈവം ഏൽപ്പിച്ചില്ല. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഈ ലോകത്തിൽ എത്രയോ പേര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ സൂസൈഡിനൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ ഒന്നിലും എന്റെ ജീവൻ ദൈവം എടുക്കുവാൻ പിശാചിന് ദൈവം ഏൽപ്പിച്ചില്ല. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ച കാര്യം ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ജീവൻ പിശാചിനെ എടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് തന്നെ ഒരുപാട് എനിക്ക് രോഗം ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചിട്ട് എന്റെ കൈയും കാലും എല്ലാം പൊട്ടി സ്റ്റിച്ച് ഇടേണ്ട രീതിക്കാണ് പൊട്ടി ഒലിക്കുന്നത്. ആർക്കും കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത രീതിക്കാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ എന്നെ ആരും കാണാനും നോക്കാനും ഒരു ആളും വരത്തില്ല. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് എന്റെ ചേച്ചിയെ കാണണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു അവസാന ഘട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഒരു ദിവസം എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അവള് ശരി, ഒരുപാട് ദിവസം ഞാൻ വിളിച്ചതുകൊണ്ട് അവള് വന്നു. അപ്പൊ വന്നപ്പോ എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. അപ്പം കഥവ് ഇങ്ങനെ ചാരിയിരുന്നു. അവള് കഥവ് തുറന്ന് വന്നപ്പോ തന്നെ വീട്ടില് ഭയങ്കര സ്മെല്ല്. അവക്ക് എന്ത് പറഞ്ഞ എന്തെങ്കിലും എനിക്ക് മനസ്സ് വിഷമാവെന്ന് പറഞ്ഞിട്ട് അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് അവളെ കണ്ടപ്പോ ഓടിപ്പോയി അവളെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളെ അടുത്തോട്ട് ഞാൻ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ അവൾക്ക് ആ സ്മെല്ല് സഹിക്കാൻ പറ്റാതെ അവളെ എന്റെ അടുത്ത് വന്നില്ല. അവൾ അവിടെ നിന്നു. അപ്പൊ നിന്നപ്പം അവൾക്ക് ഭയങ്കര വിഷമായി എന്നെ കണ്ടിട്ട്, എന്റെ ശരീര സ്ഥിതി കണ്ടിട്ട് അവൾക്ക് ഭയങ്കര വിഷമായി. അപ്പൊ അവൾ ഈ റൂമിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് അവൾ എന്നെ നോക്കിയിട്ട് അവിടെ അകത്തോട്ട് വന്നില്ല. അവൾ എന്നെ കണ്ടിട്ട് ഭയങ്കര പ്രയാസായിട്ട് അവള് പെട്ടെന്ന് അവള് പൊട്ടി കരഞ്ഞിട്ട് അവള് ചോദിച്ചു, കർത്താവേ, എത്ര വർഷമായിട്ടാണ് എന്റെ അനിയത്തി ഇങ്ങനെ ഒരവസ്ഥയിലായിരിക്കുന്നത്, ദൈവമേ അവളെ ജീവനെങ്കിലും ദൈവം എടുക്കണമേ എന്ന് പറഞ്ഞ് അവള് പ്രാർത്ഥിച്ചു. അവള് കരഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. ഞാനും പൊട്ടിക്കരഞ്ഞു.
ദൈവമേ, എന്തു ഇനി ഞാൻ എന്ത് ചെയ്താണ് മരിക്കേണ്ടത് എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മരണത്തിനും എന്നെ വേണ്ട അപ്പ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അന്ന് എന്റെ ചേച്ചി വന്ന് കണ്ടിട്ട് പോയതിന് ശേഷം ഞാൻ വീട്ടില് കുരുങ്ങാൻ വേണ്ടിട്ട് ഇത് തൂങ്ങി മരിക്കാൻ വേണ്ടിട്ട് ഫാനില് ഞാൻ വന്നിട്ട് നൈലൻ കയറിട്ടിട്ട് എന്റെ മനസ്സിൽ തോന്നി പ്രാർത്ഥിച്ചിട്ട് മരിക്കാം എന്ന് തോന്നി. ഞാൻ അവിടെ തന്നെ മുട്ടിന്മേൽ നിന്ന്, എന്റെ കാലാണെങ്കിൽ ഭയങ്കര വേദനയാണ്, പക്ഷെ ഞാൻ അതോടുകൂടെ മുട്ടിന്മേൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാ കർത്താവേ, ഈ പ്രാവശ്യമെങ്കിലും ഞാൻ മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കുരുക്കിട്ടിട്ട് നോക്കിയപ്പം കുരുക്ക് ഞാൻ കറക്റ്റ് ആണ് ഇട്ടത്, പക്ഷെ കുരുക്ക് അത് പൊട്ടി എന്റെ വെയിറ്റ് ഇതാകാതെ ഞാൻ താഴെ വീണു. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, എത്രയോ ഘട്ടത്തിൽ ആ മകളെ ഞാൻ നിന്നെ വിടുവിച്ചത്, എനിക്കായിട്ട് വേണമെങ്കിലും എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിനക്ക് ജീവിച്ചുകൂടായോ എന്നുള്ള ഒരു വാക്ക് ദൈവം എന്റെ ഹൃദയത്തിനോട് സംസാരിച്ച് ഞാൻ അവിടെ തന്നെ വീണ് കരഞ്ഞു, കർത്താവേ, ഇനി ഞാൻ മരിക്കത്തില്ല, പക്ഷേ ആർക്കും എന്നെ വേണ്ടല്ലോ, ദൈവത്തിന് എന്നെ വേണോ, എങ്കിൽ ദൈവം എന്റെ ഈ വേദനയെങ്കിലും എനിക്ക് മാറ്റി തരണം, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേദനയെങ്കിലും മാറ്റി തരണം കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. കർത്താവേ, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഈ ലോകത്തില് എനിക്കെന്ന് പറഞ്ഞ് ആരും ഇല്ലല്ലോ അപ്പ, അമ്മയും ഇല്ല, അച്ഛനും ഇല്ല, സഹോദരങ്ങളില്ല, എനിക്കെന്ന് പറഞ്ഞ് ഈ ലോകത്തില് ദൈവം എന്നെ ആരെടുത്താണ് ഏൽപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് ദൈവത്തോട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട് ദൈവം ആ ഒരു വാക്ക് തന്നപ്പോ ഞാൻ വീണ്ടും കരഞ്ഞിട്ട് പിന്നെ എന്റെ മൈൻഡ് അതങ്ങനെ മാറി. അപ്പോഴാണ് എന്റെ ചർച്ചയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അപ്പം ഞാൻ പറഞ്ഞ ഈ രോഗ സിറ്റുവേഷനിലും എപ്പോഴും രാത്രിയൊക്കെ വേദന സഹിക്കാൻ പറ്റാതെ എഴുന്നേറ്റിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവം എന്നെ വിടിവിക്കണം. എന്റെ വായിൽ വരുന്നത് ഈ ഒരു വേടാണ്, കർത്താവേ, എന്റെ രോഗത്തിൽ നിന്ന് ദൈവം വിടിവിക്കണം, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ദൈവമേ എന്നെ വിടിവിക്കണം. ഈ ഒരു വാക്കാണ് ഞാൻ എപ്പോഴും ദൈവത്തോട് ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഞാൻ സൺഡേ ആരാധനയ്ക്ക് പോകുമ്പോഴും ഞാൻ മനസ്സ് തകർന്നിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ദൈവദാസനെ ക്ഷണിക്കാത്ത ഒരുപാട് ദൈവദാസന്മാർ വന്നിട്ട് ആലോചന പറയുന്നത് എന്നെ നോക്കിയാണ്, മകളെ, നീ ദൈവത്തിന് ഈ ലോകത്തിൽ നിന്നെ ആർക്കും വേണ്ട, നിന്നെ ഒരു ചവിട്ടുമെത്ത പോലെ ഇട്ടിരിക്കുകയാണ്, ആർക്കും വേണ്ടാതെ, പക്ഷേ നീ ദൈവത്തിന് വേണം. ദൈവത്തിന്റെ വേലയ്ക്കായിട്ടാണ് ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയമാകുമ്പോ ദൈവം നിന്നെ വിടുവിച്ച് പുറത്ത് കൊണ്ടുവരും. ഇങ്ങനെയാണ് ഒരുപാട് പേര് പറയുന്നത്. പക്ഷെ ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കാത്തത് കൊണ്ട് ഭയങ്കര നിരാശ. ഇതൊക്കെ ചുമ്മയാണ്, എല്ലാരും ഇങ്ങനെ ചുമ്മാ പറയുന്നതാണ്. ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കാത്തത് കൊണ്ട് ഭയങ്കര നിരാശ. പക്ഷെ ആ സമയം ഇപ്പൊ ഞങ്ങളുടെ ചർച്ചില് 2022 ഞങ്ങളുടെ ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അപ്പൊ 21 ദൈവദാസന്മാരെ കൊണ്ടാണ് ഉപവാസ പ്രാർത്ഥന. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ 21 ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പള്ളിയിൽ പോകാനങ്ങ് മടിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്റെ ശരീര സ്ഥിതി അങ്ങനെ, എന്റെ സാഹചര്യം അങ്ങനെ, അപ്പം പോകാനും മടി. അപ്പം ചേച്ചി, ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ചേച്ചി, ശ്രീജ എന്നാണ് ആ ചേച്ചി. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സ് തകർന്നിരിക്കുമ്പോ ആ ചേച്ചിക്ക് ഫോൺ വിളിക്കുമ്പോ ആ ചേച്ചിയാണ് ഒരുപാട് കാര്യങ്ങള്, ഞാൻ മനസ്സ് തകർന്നിരിക്കുമ്പോ ദൈവാത്മാ അവളോട് പറയാം. അപ്പൊ അവൾ എന്നെ വിളിക്കും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ആ ചേച്ചി എനിക്ക് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവള് പറഞ്ഞു, നീ എന്തായാലും ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ മുടങ്ങാതെ വരണം, നിന്നെ ഞാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് എന്നെ ആ ചേച്ചി 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കൊണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പാൻസ് ഒന്നും ഇടാൻ പറ്റത്തില്ല, ലൂസ് ആയിട്ടുള്ള ടോപ്സും പിന്നെ ഈ സ്കേർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചർച്ചിൽ പോകുന്നത്. അപ്പൊ പോയിട്ട് പള്ളിയിൽ പോകുമ്പോൾ ചെറുതായിട്ടൊക്കെ പാടുക, അതുകൊണ്ട് പാസ്റ്റർ എന്നെ മുൻനിരയിലിരുത്തി എന്നെ പാടാനൊക്കെ അവസരം തരും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അതും വിശ്വാസികൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റൊക്കെ വരുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് മീനിന്റെ ചെതട് പോലെ പൊഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീഴ് കഴിയുമ്പോ ഉറുമ്പൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ മറ്റുള്ളവരെ ദേഹത്ത് തെറിക്കും, എന്തായാലും അവർക്ക് ഒരു അറപ്പ് പോലെ. അപ്പം എനിക്ക് ഈ ചർച്ചിലുള്ളവർ ഇങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് പോകാൻ ഭയങ്കര ഒരു പ്രയാസം. അപ്പൊ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ ആദ്യം പോയപ്പോ തന്നെ ഒരു ദേവദാസൻ 2 പേരായിട്ടാണ് വന്നത്. അപ്പം എന്നെ കണ്ടിട്ട് ആരാധന തീർന്ന് പ്രസംഗത്തിന് കയറിയപ്പോ തന്നെ ഞാൻ ഇങ്ങനെ പ്രസംഗം തുടങ്ങുമ്പോ ഞാൻ ഇങ്ങനെ മുഖത്തോട്ട് നോക്കുന്നില്ല, ഞാൻ ഇങ്ങനെ കുനിഞ്ഞ് ബൈബിൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ആ ദേവദാസന്റെ തലയിൽ തട്ടിയിട്ട് പറഞ്ഞ്, ഈ മകള് ദൈവം വിടിവിക്കാൻ സമയമായി, ഞാൻ ഇവിടെ വന്ന് നിന്ന സമയം മുതൽ ദൈവാത്മാവ് എന്നോട് ഇടപെടുകയാണ്, ഈ മകളെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ സമയമായി, ഇവളിൽ ദൈവം ഒരു വലിയ ശുശ്രൂഷയാണ് ദൈവം വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു.
ഞാൻ അത് കേട്ടിട്ട് വചനം പറയുന്നല്ലോ, സാറ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവള് നഖച്ചതുപോലെ എന്റെ ജീവിതത്തിലും എനിക്കും ഒരുപാട് പേര് പറഞ്ഞു ഇനി എവിടെയാ നടക്കാൻ. അപ്പൊ ഈ ദൈവദാസനും പറഞ്ഞു ഓക്കെ 10 ദൈവദാസന്മാരോട് ഇവരൊരു 11 ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതോടെ ആ വിഷയം അങ്ങനെ വിട്ടു. പിന്നെ നോക്കിയപ്പം ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലും ഇങ്ങനെ വരുന്നത് ഇവര് എന്നോടാണ് ദൈവാത്മാവ് ഇടപെടുകയും അവര് സംസാരിക്കുന്നത് ഇങ്ങനെ. അപ്പൊ 16ാമത്തെ ദിവസം ഒരു ദൈവദാസനെ വിളിച്ചു. ആ ദൈവദാസന് സമയമില്ലാത്തത് കൊണ്ട് ആ ദൈവദാസന്റെ അമ്മാവി അച്ഛൻ, അതായത് ഭാര്യയുടെ അച്ഛനാണ് അന്ന് പ്രസംഗത്തിന് വന്നത്. അപ്പൊ ആ ദൈവദാസന് വന്ന് പ്രസംഗത്തിൽ യാഗപീഠത്തിൽ നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് സ്കിന്നിൽ അലർജി അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. ആ വ്യക്തിയെ ദൈവം ഇന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ സമയമായി. അവരെ വിടുതലിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ അയച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ് പിന്നെ അവസാനം ഇങ്ങനെ ഞാൻ ആരാധന കഴിഞ്ഞിട്ട് എല്ലാരും പോയി, 1-2 പേരെ നിൽക്കുന്നുള്ളൂ. ഞാൻ ഇരിക്കുവാ. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് എഴുന്നേറ്റ കാല് മുറുകിയിരിക്കും. അപ്പം ഞാൻ കാല് നീട്ടിയാ വെടിച്ച് ബ്ലഡ് പായും. അപ്പം ഈ വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റും. പക്ഷെ ആരാധന സമയത്ത് കൈ അടിച്ച് ആരാധിക്കുമ്പോ കൈ അടിക്കുമ്പം ബ്ലഡ് തെറിക്കും. അടുത്തിരിക്കണവർക്ക് വരെ ബ്ലഡ് തെറിക്കും. അങ്ങനെ എന്റെ ഈ 2 കൈപ്പത്തിയിലൊക്കെ പുണ്ണ് നിറഞ്ഞ് അങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്തും എന്റെ ഈ കൈയുടെ ഈ വെള്ളയ്ക്കും അകത്തും ഇങ്ങനെ എന്തു പറയണത് നോർമൽ ആയിട്ടിരിക്കത്തില്ല, നല്ല ഹാർഡായിട്ടിരിക്കും. ഇങ്ങനെ അടിക്കുമ്പം കൈയെല്ലാം പൊട്ടി, ഈ ഭാഗമെല്ലാം പൊട്ടി അടുത്തിരിക്കണവരെ ദേഹത്തൊക്കെ തെറിക്കും, എന്റെ ശരീരത്തും തെറിക്കും. അങ്ങനെയാണ് ആരാധിക്കുന്നത്. അപ്പൊ 16ാമത്തെ ദിവസം വന്നപ്പോഴും ഒരു ദേവദാസ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ എന്റെ സഹോദരങ്ങൾക്ക് വരെ എന്റെ അടുത്തിരിക്കാനും അറപ്പാണ്. പക്ഷെ ആ ദേവദാസൻ ഒരു കൃപയുള്ള ഒരു ദേവദാസനായതുകൊണ്ട് പാസ്റ്റർ എണ്ണയുണ്ട്, വെളിച്ചെണ്ണ ഉണ്ടോ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ അടുത്തുനിന്ന് 10 രൂപയ്ക്ക് എണ്ണ മേടിച്ച് ആ പാസ്റ്ററിന്റെ വൈഫുമായിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്കാണെങ്കിൽ മക്കളെ നിന്റെ കാല് നോക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കെട്ടെടുത്ത് കാലിങ്ങനെ ലൈറ്റ് എടുപ്പൊക്കിയപ്പോ ആ പാസ്റ്ററിന്റെ കണ്ണ് നിറഞ്ഞു, ഭയങ്കര വിഷമായി. മക്കളെ നീ ഇത് എങ്ങനെ സഹിച്ചു, നീ ഇത് എങ്ങനെ നീ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞ് കാലൊക്കെ പൊട്ടി അങ്ങനെയാണ് ഇരിക്കുന്നത്. അത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കാലിരിക്കുന്നത്. അപ്പൊ ആ പാസ്റ്റർ ഒരു അറപ്പും ഇല്ലാതെ ആ 2 കയ്യിലെ എണ്ണ പൂശി എന്റെ കാലിൽ ഇങ്ങനെ തേച്ചു, 2 കാലിലും തേച്ചു. ആ പാസ്റ്ററിന്റെ കൈ നോക്കുമ്പോ കൈയെല്ലാം ഈ പുണ്ണിന്റെ അതിന്റെ തൊലിയെല്ലാം പാസ്റ്ററിന്റെ കൈയല്ല. പക്ഷെ ആ പാസ്റ്ററിന് ഒരു അറപ്പ് ആ പാസ്റ്ററിന്റെ മുഖത്തിൽ ഞാൻ കണ്ടില്ല. എനിക്കാണെങ്കിൽ ആ പാസ്റ്റർ കാലില് എണ്ണ ഇടുമ്പോ എനിക്ക് ഒരുമാതിരി ഇരുന്നു, അയ്യോ ഈ പാസ്റ്ററിന്റെ കാലില് തൊടുന്നല്ലോ ദൈവമേ, ഭയങ്കര വിഷമാണ്. പക്ഷെ ആ പാസ്റ്റർ കൈ കൊണ്ട് പ്രാർത്ഥിച്ചു. ആ ആന്റിയും കൂടെ ആ പാസ്റ്റർ കൈ വെച്ച് ഫുള്ള് പ്രാർത്ഥിച്ചപ്പോ ദൈവം മക്കളെ നിന്നെ സൗഖ്യമാക്കും. എന്നോട് ദൈവം പറയുകയാണ്, ഹന്നയുടെ കണ്ണുനീര് കണ്ട ദൈവം നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ വിടിവിക്കാൻ സമയമായി മോളെ, നിന്റെ കണ്ണുനീർ ദൈവ വിലാപം കുറിച്ചിരിക്കുകയാണ്. ദൈവം നിന്നെ തീർച്ചയായും വിടിവിക്കും. നീ പട്ട ഭാരം പ്രയാസം എല്ലാം ദൈവം കണ്ടിട്ടുണ്ട് മക്കളെ. നീ അനുഭവിക്കാൻ പോകുന്ന നന്മ ഇതല്ല, വലുതാണ്. പക്ഷെ നീ ഒരുപാട് പേർക്ക് സാക്ഷിയായി തീരെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഞാൻ പാസ്റ്റർ എണ്ണ പൂശി പ്രാർത്ഥിച്ചപ്പം ആ പാസ്റ്റർ എങ്കിലും ഈ പാസ്റ്റർ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് എനിക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് അന്ന് വൈകുന്നേരം സെക്ഷൻ ഉണ്ട്. അപ്പൊ അന്ന് വൈകുന്നേരത്തിൽ തന്നെ എനിക്ക് വേദന കുറെ മാറ്റം ഉണ്ടായി. അപ്പൊ എന്റെ ഈ സ്കിന്ന് കാണുമ്പോൾ ചുമന്നാണ് ഇരിക്കുന്നത്, ഭയങ്കര റെഡിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എനിക്ക് വേദനയ്ക്ക് കുറച്ച് ഇത് കുറവുണ്ട്. ഞാൻ ഉറങ്ങാതെ കണ്ണൊക്കെ വീങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു മാറ്റമുണ്ട്. അപ്പം ഞങ്ങളുടെ ചർച്ചിലെ ആന്റി പറഞ്ഞ് ഈ പാസ്റ്റർ കൊള്ളാം, പ്രാർത്ഥിച്ചിട്ട് കൊള്ളാം, ഒരു പ്രാവശ്യം കൂടെ ഈ പാസ്റ്ററിനെ വിളിക്കണം, അവക്ക് ഒരു വിടുതലായി എന്ന് പറഞ്ഞു. അപ്പൊ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പ്രാവശ്യം കൂടെ ആ ദൈവദാസനെ വിളിച്ചു. അപ്പൊ വിളിച്ച് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ പറഞ്ഞു മക്കളെ ദൈവം നിനക്ക് ഒരു വിടുതൽ തരും. എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡന്റ് ആയി. അപ്പൊ ഇത്രയും മരുന്ന് കഴിച്ചിട്ട് എനിക്ക് മാറിയില്ല, ജസ്റ്റ് ഒരു വെളിച്ചെണ്ണയിൽ എനിക്ക് ഒരു മാറ്റ ദൈവം തന്നല്ലോ. അപ്പം ദൈവത്തിന് സമയം. അപ്പം ആദ്യത്തെ ദിവസം തന്നെ ആ ദൈവദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സമയമായി എന്ന് പറഞ്ഞതുപോലെ അപ്പൊ ഈ വെളിച്ചെണ്ണ ദൈവം എന്റെ കാലിലിട്ടപ്പോ മാറിയല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എനിക്ക് ക്യൂറായിട്ട് കുറെ എന്റെ ശരീരത്തിലിരുന്ന ഇതൊക്കെ മാറാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഒരുപാട് പേർക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വൈരാഗ്യമായി. ഇനി എത്രയോ പേര് ഈ അവസ്ഥയിലായിരിക്കുന്നു, അവർക്കൊക്കെ നമ്മൾ ഈ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സാക്ഷ്യത്തിനായിട്ട് ഒരുങ്ങിയാണ്. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഒരുപാട് സഭകളിൽ പോയി സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ
ഒരു ദേവദാസം വന്നിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഈ ബോസ് പ്രാർത്ഥനയിൽ ഒരു വിഷയം വെച്ചിരിക്കുകയാണ് പാസ്റ്റർ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. അപ്പം പറഞ്ഞ്, മകളെ നീ ഒറ്റയ്ക്ക് സാക്ഷ്യം പറയാൻ പോകരുത്, ദൈവം നിന്നെ കുടുംബമായിട്ടാണ് ദൈവവേലയ്ക്ക് കണ്ടിട്ടുണ്ട്, ദൈവം നിന്നെ കുടുംബമായി ദൈവവേലയ്ക്ക് അയക്കൂ എന്ന് പറഞ്ഞു, നീ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, ഇനി ദൈവം എന്ത് പറയുന്നു അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ദൈവഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നടക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിടന്നപ്പം ഞാൻ ഇങ്ങനെ ഒരു വെളിപ്പാട് കാണുന്നത്, എനിക്ക് വിവാഹ ആലോചന വരുന്നതായി ദൈവദാസ് ഞങ്ങളുടെ ചർച്ചിലുള്ള പാസ്റ്റർ എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതായിട്ട് ഒരു വെളിപ്പാട് ദൈവം എന്നെ കാണിച്ചു. അപ്പം ദൈവദാസൻ പറഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി ഈ കാര്യം ദൈവം എന്നോട് പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുപോലെ ദൈവം എന്റെ അടുത്ത് കാണിച്ചതുപോലെ എന്റെ വിവാഹ കാര്യം 2022 ജൂലൈ മാസത്തിൽ തന്നെ ദൈവം കാണിച്ചതുപോലെ ദേവദാസനെ കൊണ്ടുവന്ന് 2022 ആഗസ്റ്റില് എനിക്ക് എന്റെ വിവാഹം ദൈവം നടത്തി തന്നു. അതെന്ന് പറഞ്ഞ വിവാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. എന്റെ സൈഡ് ആരും ഇല്ലായിരുന്നു. അപ്പം പാസ്റ്റിന്റെ സൈഡ് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ പാസ്റ്റിന്റെ സൈഡും അവരും വെറും പാവപ്പെട്ട ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. അപ്പം എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പള്ളിയിലെ പാസ്റ്റിന് ഒരു ആഗ്രഹം. അപ്പൊ മക്കളെ ആരെങ്കിലും തരുമോ, നിനക്ക് എന്തെങ്കിലും കല്യാണം വന്നാൽ എന്തെങ്കിലും സഹായിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വിവാഹം ആവുമെന്ന് തന്നെ ആരും ചിന്തിച്ചതല്ല പാസ്റ്ററെ, ആരും ഒന്നും തരത്തില്ല, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ, ദൈവം നമുക്ക് തന്നാ നടത്താം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പാസ്റ്റർ ഒരുപാട് പേരെടുത്ത് അമ്മയച്ഛനില്ലാത്ത കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെടുത്ത് കളക്ഷനൊക്കെ എടുത്താണ് എന്റെ വിവാഹം നടത്തിയത്. അപ്പം 1 ലക്ഷം രൂപയെങ്കിലും ദൈവദാസന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാഗ്രഹം പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച്, ദൈവമേ ഇങ്ങനെ എനിക്ക് ആരും ഇല്ല, അപ്പൊ അമ്മയായ അച്ഛനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല, സഹായിക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ഒരുപാട് പേരെടുത്ത് ഇങ്ങനെ പാസ്റ്റർ അമ്മയച്ഛനില്ലാത്ത കുഞ്ഞിന്റെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പം, അപ്പൊ എന്റെ ചർച്ചിലുള്ള ഒരു ചേച്ചി ഒരു വീട്ടിൽ ഇങ്ങനെ പോയി പറഞ്ഞു, എന്റെ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ദേശം, ഞങ്ങളുടെ സഭ, എന്റെ ബന്ധുക്കള് എല്ലാരും കണ്ടതാണ് ഈ രോഗാവസ്ഥ. അപ്പൊ എന്നെ വിടുവിച്ചെന്ന് പറഞ്ഞപ്പോ അവർക്ക് തന്നെ ഭയങ്കര ഇതാണ്, അത്ഭുതമാണ്, ഇങ്ങനെ ഒരു സ്ഥിതിയിലിരുന്ന കൊച്ചിന് ഇനി കല്യാണമോ എന്ന് കേട്ടപ്പോ അവർക്കൊരു ഭയങ്കര ഒരു ആശ്ചര്യം പോലെ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പം 1 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ആന്റി ഇങ്ങനെ, അപ്പൊ ആ ആന്റി ആ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ 2000 രൂപ കൊടുക്കാം, ആ കുഞ്ഞിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അവരിങ്ങനെ പ്രാർത്ഥനാ മുറിയിൽ എന്റെ കാര്യം നീ ചെയ്യണം എന്നൊരു ദൈവശബ്ദം. അപ്പൊ ഇത് പിശാച് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവര് റിജക്ട് ചെയ്തിട്ട് പോയി. പക്ഷെ അവര് വീണ്ടും കിച്ചണിൽ പോയപ്പം ഇതേ സെയിം സൗണ്ട് കേട്ടു, ഒരു ശബ്ദം അവരോട് ഒരു പുരുഷൻ അവരോട് സംസാരിക്കുന്നതായിട്ട്, എന്റെ മകൾക്കുള്ള കാര്യം നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും അവര് തട്ടിക്കളഞ്ഞിട്ട് അവര് വീണ്ടും പോയി. അപ്പൊ 3ാമതും അവരെ വീട്ടില് മുകളില് തുണി നനച്ചത് തുണി എടുക്കാൻ പോയപ്പോ 3ാമത് ഈ ശബ്ദം കേട്ടു. അപ്പൊ അവരവരെ ഭർത്താവോട് പറഞ്ഞു, എന്റെ അടുത്ത് ഇങ്ങനെയാണ് ദൈവാത്മ 3 പ്രാവശ്യം ഇടപെട്ട് എന്ന് പറഞ്ഞ് ഇവര് 1994 ഇവർക്ക് വിവാഹം. അപ്പൊ മക്കളില്ലാതിരുന്നപ്പോ ഇവർ ദൈവത്തോട് നേർച്ച നേർന്നതാണ്, അമ്മയും അച്ഛനും ഇല്ലാത്ത കുഞ്ഞിന് ഞാൻ 1 ലക്ഷം രൂപ സഹായിക്കുമെന്ന്. അപ്പൊ ഇത്രയും വർഷമായിട്ട് 30 വർഷമായിട്ടും ആരും അങ്ങനെ വരാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രബലമായിട്ടുള്ള ഒരു ദൈവദാസന്റെ കയ്യിൽ 2 ലക്ഷം രൂപയായിട്ട് അവർ കൊടുത്തു. അപ്പൊ അവര് ദൈവത്തോട് പറഞ്ഞ ആ കാര്യം നടന്നത് കൊണ്ട് അവർ ഇനി ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ദൈവത്തിന് ആർക്ക് കൊടുക്കാനാണ് അർഹതപ്പെട്ടവര് അവർക്ക് തന്നെ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ അവരോട് ദൈവം പറഞ്ഞതുകൊണ്ട് ശരി. അപ്പൊ ദൈവാത്മാ പറഞ്ഞത്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററോട് അന്ന് തന്നെ അവര് വിളിച്ച് ആ കുഞ്ഞിന്റെ കാര്യം ഞാൻ ചെയ്യാം, ദൈവാത്മാവ് എന്നോട് സംസാരിച്ച കാര്യം അവര് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ തന്നെ എന്റെ വിവാഹ കാര്യത്തിന് ചെലവിനുള്ള കാര്യങ്ങളെല്ലാം അവര് ചെയ്തു. എന്റെ A മുതൽ Z വരെ എന്റെ വിവാഹത്തിന് എന്തൊക്കെ ആവശ്യമോ എല്ലാം ഞാൻ എന്താ പറഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന എന്റെ കാര്യം ദൈവം ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ എന്റെ എല്ലാ കാര്യവും ഞാൻ പ്രാർത്ഥിക്കാത്ത കാര്യം ഒരുപാട് കാര്യം എന്തൊക്കെയാണ് ഒരു വിവാഹത്തിന് ആവശ്യം അതെല്ലാം അമ്മയ്ക്ക് അമ്മയായി അച്ഛനായി എല്ലാം ദൈവം എന്റെ കൂടെ ഇരുന്ന് നടത്തി എന്റെ വിവാഹം മനോഹരമായിട്ട് യൂട്യൂബില് ലൈവില് വരേണ്ട രീതിക്ക് ഞാൻ അതിനൊന്നും അർഹതപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്നെ നിന്ദിച്ച് സഹോദരങ്ങൾ എന്നെ നിന്ദിച്ച് ആർക്കും ഞാൻ വേണ്ടാതെ ഇരുന്നതാണ്. പക്ഷേ
പക്ഷേ ദൈവത്തിന് എന്നെ കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട്, ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട് എന്റെ വിവാഹ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി. അങ്ങനെ ഇരുന്നപ്പോ തന്നെ ദൈവം പറഞ്ഞതുപോലെ 2022 ആഗസ്റ്റിൽ എന്റെ വിവാഹം എല്ലാം ദൈവം നല്ല രീതിക്ക് അമ്മയെ അച്ഛനായി നിന്ന് എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോ തന്നെ ദൈവ വാഗ്ദത്തം പറഞ്ഞതുപോലെ സഭാ ശുശ്രൂഷ ദൈവവേലയ്ക്ക് ആ ഒരാഴ്ചയിൽ തന്നെ, വിവാഹം കഴിഞ്ഞ ആ ആഴ്ചയിൽ തന്നെ ദൈവവേലയ്ക്ക് ദൈവം ഞങ്ങൾക്ക് ഒരു സഭാ ചാർജ് തന്നു, സഭ ഏറ്റെടുക്കാൻ പറഞ്ഞു. അതുപോലെ ഞങ്ങൾ സഭാ ചാർജ് ഏറ്റെടുത്തു. അങ്ങനെ ഇരിക്കെ 2 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ ഒരുപാട് വർഷങ്ങളായിട്ട് 9 വർഷം, 4 വർഷം, 5 വർഷം മക്കളില്ലാത്തവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അവിടെയൊക്കെ ദൈവം അത്ഭുതം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്നെയാണ് ദൈവവേലയ്ക്ക് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം എല്ലാം ദൈവം സാധിപ്പിക്കണം എന്ന് പറഞ്ഞതുപോലെ ദൈവം ഞങ്ങൾ സഭാ ചാർജ് ഏറ്റെടുത്ത് ആ ദിവസം മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിനും ദൈവം വിടുതൽ അയച്ചുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് മക്കളില്ലാത്തവർക്ക് ദൈവം മക്കളെ കൊടുത്തു. അപ്പോഴാണ് 2 വർഷം കഴിഞ്ഞിട്ടും പാസ്റ്റർ പ്രാർത്ഥിച്ചാണ് മക്കൾ കിട്ടിയത്, പാസ്റ്റർ തന്നെ മക്കളില്ല എന്ന് സഭാ വിശ്വാസികൾ തന്നെ പറയാൻ തുടങ്ങി. പിന്നെയാണ് എനിക്കൊരു നിരാശ വരുന്നത്. ശരി, എല്ലാരും ചോദിക്കാൻ തുടങ്ങി മക്കളായില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം മക്കളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞു വയസ്സ് മുതലേ, പിന്നെ സൂസൈഡിന് ഞാൻ ട്രൈ ചെയ്തത് അത് ഒരുപാടുണ്ട്. അത് മാത്രമല്ല കുഞ്ഞു പ്രായം മുതലേ ഈ മരുന്ന് കഴിച്ച് എന്റെ ശരീരസ്ഥിതി കറക്റ്റ് അല്ല എന്ന് എനിക്കറിയാം. അപ്പൊ മക്കളുടെ ഡിലേ ആയപ്പോൾ ശരി ദൈവം തന്നാ മേടിക്കാം, പക്ഷെ മറ്റുള്ളവർ ചോദിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, ദൈവമേ ദൈവഹിതമാണെങ്കിൽ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിൽ നിന്ന് ഏതൊരു മറുപടിയും എനിക്കില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം പറഞ്ഞ് എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കി എന്താണ് പ്രശ്നം എന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് തിരുവനന്തപുരം തൈക്കാട് ഹോസ്പിറ്റലിൽ പോയ അന്ന് തന്നെ എനിക്കും ചാടനും ബ്ലഡ് യൂറിൻ എല്ലാം സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പം മനസ്സിലായി എനിക്കാണെങ്കിൽ എഗ്ഗിന്റെ ക്വാളിറ്റി തീരെ കുറവാണ്. അപ്പൊ ചേട്ടനാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാന്ന് പറഞ്ഞ് പോയ അന്ന് മുതലേ അവരൊരു ട്രീറ്റ്മെന്റ് തുടങ്ങി. എന്ന് പറഞ്ഞാൽ എഗ്ഗിന്റെ ക്വാളിറ്റി കൂടാൻ വേണ്ടിയിട്ട് അവര് വന്നിട്ട് ഒരു ഇഞ്ചക്ഷന്റെ വില എന്ന് പറയുന്നത് 1800 സംതിങ് രൂപയാണ് അതിന്റെ റേറ്റ്. അപ്പൊ ആ ഇഞ്ചക്ഷനിൽ കൂടെ എഗ്ഗ് വന്നിട്ട് വളരും എന്ന് പറഞ്ഞിട്ട് അവര് എനിക്ക് ഇഞ്ചക്ഷൻ ഇട്ട ഒരു സ്ത്രീക്ക് നോർമലായിട്ട് അവർക്ക് 20 mm ആണ് ആ എഗ്ഗ് വളരുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ അവര് 2 ഇഞ്ചക്ഷൻ ഓവുലേഷൻ ടൈം ഇട്ടിട്ടും എനിക്ക് 8 പോയിന്റേ വളർന്നുള്ളൂ ഇഞ്ചക്ഷൻ ഇട്ടിട്ടും. അപ്പൊ നോർമൽ അല്ല, ഇത് മരുന്ന് ചെയ്തിട്ട് എനിക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ മരുന്ന് 2 മാസം പോയിട്ടും ഇതിന്റെ പുറകെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ചേട്ടനാണെങ്കിൽ സുവിശേഷ വേലയാണ്, തെരുവിൽ നിന്ന് പ്രസംഗിക്കുക, കവലകളിൽ നിന്ന് ദൈവത്തെ കുറിച്ച് പറയുന്നതാണ് ചേട്ടനുള്ള വിളി. അപ്പം പറഞ്ഞു നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്, അപ്പൊ നമുക്ക് ദൈവം കുഞ്ഞിനെ തരും, നമ്മൾ എന്തിനു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞോട് ദൈവത്തിന്റെ പുസ്തകത്തിൽ നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ ദൈവം തരും എന്ന് പറഞ്ഞു. നീ ഭാരപ്പെടാതെ ദൈവം തരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ശരി മരുന്ന് അതോടെ സ്റ്റോപ്പാക്കി. എന്ന് പറഞ്ഞ് എനിക്ക് നീ മരുന്ന് എടുക്കാനുള്ള ശരീര ഇതുമല്ല, അതോടെ ഞങ്ങൾ സ്റ്റോപ്പാക്കി പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ചർച്ചിലാണെങ്കിൽ ഭയങ്കര പ്രതികൂലമുള്ള ഒരു ചർച്ചിലാണ് ദൈവം ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പം ഇങ്ങനെ വിശ്വാസികളെ ഇതും തുടങ്ങി, ബന്ധുക്കൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, കണ്ണുനീരോട് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഒരു ദിവസം ചർച്ചിൽ നിന്ന് തന്നെ ഇങ്ങനെ ആരാധന സമയത്ത് ഭയങ്കരമായിട്ട് ദൈവം ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ശബ്ദം എന്റെ കാതുകളിൽ ഇങ്ങനെ കേട്ടു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിലാണ് അത്ര എന്നുള്ള ഒരു വചനം ദൈവം എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വചനമാണ് സംസാരിച്ചത്, അപ്പൊ നീ അത് വെച്ച് പ്രാർത്ഥിയില്ല എന്ന് ദേവദാസൻ പറഞ്ഞു. ഞാൻ അപ്പം എന്നും പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം വെച്ച് പ്രാർത്ഥിക്കും. അപ്പൊ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പിന്നെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഓരോ മാസങ്ങളാകുമ്പം ഞാൻ പ്രതീക്ഷയോടെ ഇരിക്കും, ഈ മാസം ദൈവം തരും, ഈ വാക്ക് ദൈവം തന്നല്ലോ, അപ്പൊ എന്തായാലും ഈ മാസം തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പക്ഷെ പിന്നും നാളുകൾ പോയോണ്ടേയിരിക്കുന്നു. പിന്നെ എനിക്ക് ഭയങ്കര നിരാശ. പിന്നെ ഒരു 6 മാസം വീണ്ടും കഴിഞ്ഞിട്ട് പിന്നും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവദാസന്മാര് വരുമ്പോ എനിക്ക് കുഞ്ഞിനെ തരൂന്നൊക്കെ ദൂത് പറയുന്നുണ്ട്, ഒരുപാട് വചനം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എല്ലാം എനിക്ക് ദൈവം പോസിറ്റീവായിട്ടാണ് തരുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ജനുവരി
2024 ജനുവരി മാസം ആയപ്പം ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചിലെ ആരാധന സമയത്തില് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്കും ഇത് 6-ാം മാസം എന്ന്. അപ്പൊ ഈ വചനം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെ കിടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ആരാധന തീർന്ന് വീട്ടില് ബൈക്കിൽ വരാമെന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഞാൻ ഇന്ന് ആരാധന സമയത്ത് എന്റെ അടുത്ത് ഒരു വചനമാണ് ഇടപെട്ടത്, ഇങ്ങനെയാണ്, അത് എവിടെയാണ് കിടക്കുന്നത്, എനിക്കത് മനസ്സിലായില്ല, എവിടെയോ കേട്ടിട്ടുണ്ട് എന്ന്. അപ്പം ചേട്ടൻ പറഞ്ഞു, ഈ വചനം എലിസബത്ത് ഗർഭിണിയായിരുന്നപ്പം മറിയയോട് സംസാരിച്ചതാണ്. മച്ചി എന്ന് വിളിക്കപ്പെട്ടവർക്ക് ഇത് 6-ാം മാസം. ഞാൻ വീട്ടിൽ വന്ന് വായിച്ചിട്ട് ആ വചനത്തിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, ദൈവം എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണം എന്ന് പറഞ്ഞ് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞതുപോലെ 2024 അതേ 6-ാം മാസത്തിൽ തന്നെ ഞാൻ കൺസീവ് ആകുവാനും ഈ കുഞ്ഞിനെ എന്റെ ഉദരത്തിൽ ചുമക്കുവാനുള്ള ഏതൊരു ബലം എന്റെ ശരീരത്തിലില്ല. പക്ഷേ ദൈവം ഞങ്ങൾക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞതുപോലെ ആ സമയമായപ്പോ ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. ഹന്ന എന്നാണ് പേര്. മകളെ ഞങ്ങൾക്ക് തന്നു. അവള് ജനിച്ചപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളെ പോലെ നോർമൽ അല്ലായിരുന്നു. എന്റെ കുഞ്ഞിന്റെ തലയിൽ ഒരു മുഴയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവളെ തല എന്ന് പറഞ്ഞ നോർമൽ കട്ടിയല്ല. നമ്മൾ കൈ വച്ച് നോക്കുമ്പം നമ്മൾ ഈ മറ്റേ ബലൂണിന്റെ അകത്ത് നമ്മൾ കൈ തൊട്ടാ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഫുൾ ഭാഗത്തും കുഞ്ഞിനൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം എല്ലാ കുഞ്ഞുങ്ങളും പാല് കുടിച്ച് ഉറങ്ങും. പക്ഷെ ഇവള് നോർമൽ അല്ല. യൂറിൻ മോഷൻ പോകും. പക്ഷെ യൂറിൻ കുഞ്ഞ് 2-3 ദിവസം കൊണ്ട് പോകത്തില്ല. പക്ഷെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞ് വയറ്റിലിരുന്നപ്പോഴേ ഒരുപാട് പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടൻ രക്ഷിക്കപ്പെട്ടു വന്ന അവരുടെ ഫാമിലിയിൽ എല്ലാവരും വന്നിട്ട് ഊനം കുറവുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ചേട്ടന് കേൾവിശേഷിയും സംസാരശേഷിയും ഇല്ല. അനിയനാണെങ്കിൽ കണ്ണിന് കാഴ്ച കുറവുണ്ട്. കാലും പോളിയോ വന്നതിന്റെ ഇതുണ്ട്. അപ്പം പറഞ്ഞു, എന്റെ അടുത്ത് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറഞ്ഞത്, നിനക്ക് അങ്ങനെയുള്ള കുറവുള്ള ഒരു കുഞ്ഞ് തന്നെ നിനക്കും കിട്ടും, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഇവളും ഇങ്ങനെ നോർമൽ അല്ലാതിരുന്നപ്പോ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയുന്നത്, എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ശരീരത്തിൽ യാതൊരു ബലഹീനതയും ഇല്ലാതെ, ഞാൻ ഒരുപാട് ബലഹീനതയിലായിരുന്നു, അതുകൊണ്ട് ബലഹീനത ഇല്ലാതെ ഒരു കുഞ്ഞിനെയാണ് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവളെ കൺസീവ് ആയിരുന്നപ്പോഴും ഞാൻ എപ്പോഴും വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും വചനം പറഞ്ഞ് അവൾക്ക് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവൾ പിറന്നപ്പോ ഇങ്ങനെ ഒരു ബലഹീനതയിലാണ് അവൾ പിറന്നത്. അപ്പൊ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാരും ഉറങ്ങുമ്പോ ഞാൻ അവളെ തലയിൽ കൈവച്ച് എപ്പോഴും പ്രാർത്ഥിച്ച്, ദൈവമേ അവളെ വിടിവിക്കണമേ കർത്താവേ, എന്റെ കുഞ്ഞ് നോർമൽ ആകണം, എന്റെ കുഞ്ഞ് യൂറിനെല്ലാം കറക്റ്റ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഡിസ്ചാർജ് ആക്കി, വേറെ ഹോസ്പിറ്റലിൽ പോവാൻ. അപ്പൊ ഞങ്ങൾ വീണ്ടും ചെക്കപ്പിന് ഒരു ദിവസം പോകാൻ പറഞ്ഞപ്പോ അവര് സ്കാൻ എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിന് MRI സ്കാൻ എടുക്കണം, കുഞ്ഞിന്റെ ബ്രെയിനിന് എന്തോ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോ കുഞ്ഞിന് ഇങ്ങനെയായപ്പോ എന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടനാണെങ്കിൽ അവരുടെ ഫാമിലിയിൽ എല്ലാവരും സുഖമില്ലാത്തവരാണ്. അപ്പം എനിക്കാണെങ്കിൽ ഇത്രയും വർഷം ഞാൻ ഇതൊക്കെ സഹിച്ചു വന്ന് എങ്കിലും ദൈവം എന്നെ വിടുവിച്ച് എന്ത് പറഞ്ഞപ്പോഴും എന്റെ വിശ്വാസം വീണ്ടും തണുത്തുപോയി. ദൈവം എന്റെ കുഞ്ഞിന് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഒരു നിരാശയായി. അപ്പൊ മെഡിക്കൽ കോളേജിലായിട്ട് വണ്ടി വിടാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം എന്റെ ചേട്ടനാണെങ്കിൽ പുറത്തു നിന്ന് പൊട്ടിക്കരഞ്ഞു. എനിക്ക് ചേട്ടൻ കരഞ്ഞത് കണ്ടപ്പോ എനിക്ക് ആശ്വാസം പറയേണ്ട ഒരാണെ കരഞ്ഞു. അപ്പൊ ഞാൻ ഇനി എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര വശം. ഞങ്ങൾ രണ്ടുപേരും ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചു വെച്ചിട്ട് കരഞ്ഞു, ദൈവമേ ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ കർത്താവേ, നീ തന്ന കുഞ്ഞാണ്. ഞാൻ ഇങ്ങനെ എന്റെ കുഞ്ഞ് കൺസീവ് ആയപ്പോ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സാക്ഷ്യം പറയുകയാണ്. അപ്പൊ ഞാൻ ഇനി എന്ത് പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയും കർത്താവേ, എന്റെ കുഞ്ഞിനെ ദൈവം വിടിവിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമ്മൾ ഒരിടത്തും പോണ്ട, കുഞ്ഞ് കരയുന്നുണ്ടല്ലോ, നമുക്ക് ദൈവം ദോഷമായിട്ടൊന്നും ചെയ്തില്ല, നല്ല കുഞ്ഞിനെ തന്നെ ദൈവം നമുക്ക് തരും, നമുക്ക് വീട്ടിൽ പോവാം, നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വേറെ ഹോസ്പിറ്റലിൽ പോകാതെ നേരെ വീട്ടിൽ വന്നിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് എന്നും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നപ്പം പക്ഷെ അവള് പിന്നെ ഹോസ്പിറ്റലിൽ വിട്ടത് പിന്നെ അവള് യൂറിനൊക്കെ പോയിട്ടാണ് അവര് വീട്ടിൽ വിട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ അവള് യൂറിൻ പോകുന്നുണ്ടല്ലോ, അവള് കരയുന്നുണ്ടല്ലോ, ഇനി കുഴപ്പമില്ല, അവള് നോർമലായിട്ട് തന്നെ ഇരിക്കും, നമ്മൾ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് നമ്മൾ രണ്ടുപേരും മാറി അവളെ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കും.
പക്ഷെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ഒരു ദിവസം ഞങ്ങൾ അവളെ തലയിൽ നോക്കിയപ്പോ അവളെ തലയിൽ ഒന്നുമില്ല. ദൈവം അത്ഭുതമായി കുഞ്ഞിന്റെ തലയിൽ നിന്ന് മുഴ ദൈവം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. ഇന്ന് അവള് നോർമലാണ്. ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒന്നുമേ ഇല്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നാം നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഏതൊരു സാഹചര്യവും എനിക്കില്ല. ഇന്ന് ഞാൻ ഇരിക്കുന്ന സ്ഥിതി കണ്ടിട്ട് ദൈവം എന്നോട് പറയുകയാണ്, നിന്നെ വാലല്ല തലയാക്കും, നിന്നെ ഞാൻ അത്ഭുതമായി നിന്നെ നടത്തും എന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. ഇന്ന് എന്റെ ഏത് സാഹചര്യം കൊണ്ടാണ് ദൈവം എന്നെ നോക്കി അങ്ങനെ പറയുന്നു എന്ന് നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിക്കാം. പക്ഷേ വാക്ക് പറഞ്ഞത് ദൈവമാണെങ്കിൽ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ദൈവം ഇന്നില്ല നാളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവമക്കള് ലോകത്തോടെയോ പ്രയാസത്തോടെയോ മക്കളില്ലാതെയോ ഏതൊരവസ്ഥയിൽ കടന്നു പോയാലും നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ഒരു മനുഷ്യർക്ക് നമ്മുടെ അവസ്ഥകൾ അറിയാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വേദനകളെ മനസ്സിലാക്കുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. എത്രയോ പേർക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ. മറ്റ് മതപാരമ്പര്യങ്ങളിലാണ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് യേശുവിനെ ആരാധിക്കുവാൻ, ഈ വലിയ സ്നേഹം മനസ്സിലാക്കുവാൻ ഒരു കൃപാദൈവം നമുക്ക് തന്നല്ലോ. അതാണ് ഈ ലോകത്തിൽ വലിയ ഭാഗ്യം. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ട് നമ്മളോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിൽ നമ്മളെ തീർച്ചയായും ദൈവം നമ്മളെ വിടിവിക്കും. എന്റെ ജീവിതത്തിൽ അതിന് ഞാൻ സാക്ഷിയാണ്. എന്നോട് ദൈവം അന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം എന്റെ ജീവിതത്തിൽ ഇന്ന് നിവൃത്തീകരിച്ചു. ദൈവം പറഞ്ഞു, നീ ഏത് സ്ഥാനത്തിലാണോ തല കുനിഞ്ഞത്, ഏത് സ്ഥാനത്തിൽ ആരാണോ നിന്നെ തല കുനിച്ചത്, ആരാണ് എന്നെ ഒരു നല്ല കാര്യത്തിന് എന്റെ ഫാമിലിയിലാകട്ടെ ബന്ധുക്കളാകട്ടെ ആരും എന്നെ വിളിക്കത്തില്ല. ഞാൻ ഒറ്റപ്പെട്ട ആർക്കും വേണ്ടാതെ കിടന്നതാണ്. പക്ഷെ ഇന്ന് ഒരു കാര്യം എന്ന് വന്നാ എന്നെ വിളിക്കും. ഇന്ന് ഞാൻ കാറിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. എന്റെ കഴിവോ എന്റെ മിടുക്കോ ഒന്നുമേ ഇല്ല. പക്ഷെ ദൈവമാണ്. ഞാൻ ഇന്ന് ഒന്നിനും അർഹതപ്പെട്ടവളെ ഇല്ല. പക്ഷെ ഈ ദേശത്തിൽ തന്നെ ഞങ്ങളെ ഇന്ന് ദൈവവേലയായി ദൈവം ഞങ്ങളെ കുടുംബമായി എന്നെ ഒരു കുടുംബത്തിലാക്കിയ ദൈവം ഇന്നും മക്കളില്ലാതെയും കുടുംബം ഇല്ലാതെയും ഇരിക്കുന്നവരെ കുടുംബത്തിലാക്കുവാൻ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവം തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരെയും വിടിവിക്കും. ഇത്രയും സമയം എനിക്ക് സാക്ഷ്യം പറയാൻ വേർതിരിച്ചു തന്ന ദൈവദാസനും എന്റെ സാക്ഷ്യം കേട്ടിരുന്ന ഓരോ ദൈവമക്കളും എന്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു.